കോട്ടിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ പറയുന്നത്. കട്ടിലിന്റെ കിങ് ആയാലും ക്യൂനായാലും നമ്മൾ സിംഗിൾ കോട്ട് ആയാലും നമുക്ക് മെഷർമെന്റ് സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ നമ്മൾ കൊടുക്കണം. നമ്മുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഫ്ലോറിൽ നിന്ന് ഈ ഒരു സൈഡിന്റെ, അതായത് കട്ടിലിന്റെ ഹൈറ്റ് കൊടുക്കുന്നത് ഈ ഒരു സൈഡിന്റെ ബോക്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 30 സെന്റിമീറ്റർ ആയിരിക്കും. 30 സെന്റിമീറ്റർ ഇൻക്ലൂഡിങ് ഈ ഡ്രോയർ ആയാലും ഈ ഫില്ലർ ആയാലും 30 സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ ഹൈറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഈ സൈഡിന്റെ മാത്രം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെഡ് ബോർഡിന്റെ ഹൈറ്റ് കൊടുക്കുന്നത് നമ്മളെപ്പോഴും 90 സെന്റിമീറ്റർ ആയിരിക്കും ഹെഡ് ബോർഡിന്റെ ഹൈറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കുഷ്യൻ വർക്ക് ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 120 കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ആസ് പെർ ഡിസൈൻ നമ്മളിപ്പോൾ ഫുൾ ഹൈറ്റ് വോൾ വരെ ഫുൾ സീലിംഗ് വരെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ചില ഡിസൈൻസിനൊക്കെ. കുഷ്യൻ വർക്ക് ആണെങ്കിൽ അങ്ങനെയില്ല, പക്ഷെ എന്നാലും ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 120 വരെ കൊടുക്കാൻ പറ്റും. ഈ വുഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 90 ആണ് നമ്മൾ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഓക്കെ, ഹെഡ് ബോർഡിന്റെ കേസിൽ. പിന്നെ ഉള്ളത് ഫുഡ് ബോർഡിന്റെ കേസിൽ. ഫുഡ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ വരുന്ന ഈ ഒരു ബോർഡ്, അതായത് ഇവിടെ ബോഡി ഉണ്ടാവും, ഹെഡ് ബോർഡ് ഉണ്ടാവും, ഫുഡ് ബോർഡ് ഉണ്ടാവും. ഫുഡ് ബോർഡിന് ഹൈറ്റ് പറയുന്നത് നമ്മൾ 40 സെന്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. ഫുഡ് ബോർഡ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ മാട്രസ് കണ്ടോ, ഈ മാട്രസ് എപ്പോഴും ഈ ഫുഡ് ബോർഡിന്റെ മേളിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇത് മാട്രസ് ഒരിക്കലും താഴേക്ക് പോകുന്ന ടൈപ്പ് തിക്നെസ് കുറഞ്ഞ മാട്രസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് ബോർഡ് അതിന്റെ താഴെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അല്ലെങ്കിൽ കാല് തട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. എപ്പോഴും ഈ ഫുഡ് ബോർഡ് മാട്രസ് ആയിരിക്കണം മേളിൽ, ഫുഡ് ബോർഡ് താഴെ ആയിരിക്കണം. ഓക്കെ, അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത് 40 ആണ്. ഇപ്പോൾ ഒരു തിക്നെസ് കുറഞ്ഞ മാട്രസ് ഇടുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഒരു 6 ഇഞ്ചിന്റെ മാട്രസ് ഇടുകയാണെങ്കിൽ പോലും അതിന്റെ മേളിൽ കിടക്കും. പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് കസ്റ്റമറോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം ഏതാണെന്നുള്ളത്. സോ 40 സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുക ഹൈറ്റ്. ഓക്കെ, വിഡ്ത്ത് വരുന്നത് നമ്മൾ ഈ കോട്ടിന്റെ ടോട്ടൽ വിഡ്ത്ത് കിങ് സൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും 180 ആണ് മാട്രസിന്റെ സൈസ് വരുന്നത്. മാട്രസിന്റെ സൈസ് ആദ്യം ആലോചിക്കുക കേട്ടോ. മാട്രസിന്റെ സൈസ് കിങ് സൈസ് ആണെന്നുണ്ടെങ്കിൽ 180 ആയിരിക്കും ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ഹൈറ്റ് വരുന്നത്, അതിന്റെ ലെങ്ത് വരുന്നത് 190 ആയിരിക്കും. ഓക്കെ, 180 × 190 ആയിരിക്കും മിക്കവാറും. ചെറിയ പല മാട്രസിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് 180 വിഡ്ത്തും, കിങ് സൈസിന്റെ കാര്യമുണ്ടോ പറയുന്നത്, 180 വിഡ്ത്തും ലെങ്ത് വരുന്നത് 190 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇവിടെയും ടോട്ടൽ ഒരു 10 സെന്റിമീറ്റർ ക്ലിയറൻസ് കൊടുക്കണം. ടോട്ടൽ ദാറ്റ് മീൻസ് ഇവിടെ 5 സെന്റിമീറ്റർ, അവിടെ 5 സെന്റിമീറ്റർ കിട്ടും, ഹെഡ് ബോർഡിന് അവിടെ 5 സെന്റിമീറ്റർ കിട്ടും, താഴെ 5 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ നമ്മുടെ എപ്പോഴും മാട്രസിന്റെ സൈസ് എന്തായിരിക്കും, 180 ഇതും 190 ലെങ്ത്തും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കിങ് സൈസ് കോട്ടിന്റെ വിഡ്ത്ത് 190 ആയിരിക്കും. വിഡ്ത്ത് ഇത് 180 ആണ് മാട്രസിന്റെ വിഡ്ത്ത്, 190 ആയിരിക്കും നമ്മളുടെ കോട്ടിന്റെ വിഡ്ത്ത്. കട്ടില് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത്, അതായത് മാട്രസിനെക്കാളും 10 സെന്റിമീറ്റർ കൂടുതൽ നിൽക്കണം. ഓക്കെ, ലെങ്ത് ആയിരുന്നാലും മാട്രസിന്റെ സൈസ് 190 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത് 200 ഇട്ടിരിക്കണം. അതായത് മാട്രസിന്റെ ലെങ്ത്തിനെക്കാളും 10 സെന്റിമീറ്റർ കൂടുതൽ ഇട്ടിരിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും മാട്രസ് നമുക്ക് അതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്റെ ലെങ്ത്തും വിഡ്ത്തും. കിങ് സൈസിന്റെ ക്യൂൻ സൈസ് ആയിരുന്നാലും മാട്രസിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ആയിരിക്കും, 150 ആയിരിക്കും മാട്രസിന്റെ വിഡ്ത്ത്. ലെങ്ത് സെയിം തന്നെ ആയിരിക്കും, 190 ആയിരിക്കും. ഓക്കെ, വിഡ്ത്ത് മാത്രമേ മാറത്തുള്ളൂ കിങ്ങിനും ക്യൂനിനും. അപ്പൊ നമ്മൾ 150 വന്നു കഴിഞ്ഞാൽ എത്ര ഇടണം, 160 ഇടണം നമ്മുടെ കോട്ടിന്റെ മെഷർമെന്റ്. ഇവിടെ ലെങ്ത് 190 തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ 200 ലെങ്ത് ഇടണം. ഓക്കെ, പിന്നെ വരും ക്യൂൻ സൈസും കിങ് സൈസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ക്യൂൻ ആണ് എപ്പോഴും പോകാറുള്ളത്. വലിയ ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ കിങ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ ലോജിക് ഇത്രയേ ഉള്ളൂ. ഇനി അതിനേക്കാളും വലിയ കോട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 സെന്റിമീറ്റർ മാട്രസിനേക്കാളും ക്ലിയറൻസ് ഇട്ടേക്കാം. ഇപ്പൊ അവരുടെ മാട്രസ് വേറെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് 185 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 190 വിഡ്ത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് കസ്റ്റമറോട് ചോദിക്കണം ഏതാ എടുക്കണം എന്നുള്ളത്. ഇതിന്റെ ഹൈറ്റ് വലിയ പ്രാധാന്യമല്ല. ഹൈറ്റ് ഓൺലി തിങ് നമുക്ക് ഈ ഫുഡ് ബോർഡിൽ കാല് തട്ടരുത് കയറാൻ നേരത്തൊക്കെ. അപ്പോൾ അതിനു വേണ്ടി മാത്രം മാട്രസ് എപ്പോഴും പൊന്തി നിൽക്കണം. അത്രയും കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഉള്ളത് സിംഗിൾ കോട്ട് ഉണ്ടാവും. സിംഗിൾ കോട്ടിന്റെ ചിലപ്പോൾ വിഡ്ത്ത് വരുന്നത് 120 ആയിരിക്കും, ലെങ്ത് സെയിം തന്നെ ആയിരിക്കും, 190 ആയിരിക്കും വരുന്നത്. അപ്പോൾ 120 ആണെങ്കിൽ എത്ര കൊടുക്കണം, 130 കൊടുക്കണം വിഡ്ത്ത് കേട്ടോ. അപ്പൊ അത് മാത്രം കോട്ടിന്റെ കേസിൽ ആലോചിച്ച് വെച്ചേക്കാം. ഇത്രയേ ഉള്ളൂ കോട്ടിന്റെ മെഷർമെന്റ് നോക്കാനായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡിൽ. പിന്നെ പല ടൈപ്പ് കുഷ്യൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 120 ആണ് നമ്മുടെ കുഷ്യൻ വരുന്ന മോഡലിൽ കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മേലോട്ടൊക്കെ കുഷ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആസ് പെർ ഡിസൈൻ എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് കോട്ട്. പക്ഷെ അത് നമ്മുടെ കോട്ടിന്റെ രീതി ആയിരിക്കില്ല, അത് കോട്ട് പാക്ക് പാനൽ ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.